ലോകത്തിലെ ഒട്ടുമിക്ക മനുഷ്യരും ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഭക്ഷിക്കുന്ന റൈസിനെ കുറിച്ചാണ് നമ്മളിന്നിവിടെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ പല ഭാഗങ്ങളും നമ്മൾ പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ ആണ് നമ്മളവിടെ ചെയ്തത്. അപ്പോൾ നെല്ലുണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള രീതി എങ്ങനെയാണ് എന്നൊക്കെ ഇതിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം തോലും ചാണകവും എല്ലാം ഇട്ട് അതിനെ അഴുകിക്കഴിഞ്ഞിട്ടാണ് നമ്മളതിൻ്റെ ഈ ഞാറൊക്കെ നടാറുള്ളത്. അപ്പോൾ അതിൻ്റെ പരിപൂർണമായിട്ടുള്ള രീതിയിലാണ് നമ്മളിവിടെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കൃഷിയൊന്നും അങ്ങനെയല്ല. തോലും ചാണകം അങ്ങനെയുള്ള ഒന്നും ഇപ്പോഴത്തെ കൃഷിയിൽ നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ രാസവളം കൊണ്ടാണ് കൃഷിയൊക്കെ ചെയ്യുന്നത്. അന്നും രാസവളം ഉപയോഗിച്ചിരുന്നെങ്കിലും ഇന്നത്തെ പോലെ രാസവളം മാത്രമായിട്ടുണ്ടായിരുന്നില്ല. അന്ന് തോലും ചാണകം ഇട്ടതിൻ്റെ അതിൻ്റെ വളർമ്മ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ രീതിയിലൊരു രാസവള പ്രയോഗം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്ന് പൊട്ടിച്ചനക്കാൻ അങ്ങനെ പല രീതിയിലുള്ള വളങ്ങളും അവൈലബിളാണ്. അതിട്ടാണ് നമ്മളിന്ന് കൃഷിയൊക്കെ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ കാണിക്കുന്ന പരമ്പരാഗതമായിട്ടുള്ള രീതി തന്നെയാണ്. അപ്പോൾ ഒരു നെൽമണിയിൽ നിന്ന് നമുക്ക് എത്ര കൊയ്തെടുക്കുക എന്നതാണ് നമ്മളിവിടെ കാണിച്ചത്. അതിൻ്റെ വിജയമായിട്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാം. മനുഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് അരിഭക്ഷണം. മറ്റെന്തുണ്ടെങ്കിലും നമുക്കതിനെയൊക്കെ കിട്ടിയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇത് ഒരു നേരം കിട്ടിയിട്ടില്ലെങ്കിലും വല്ലാത്ത അസ്വസ്ഥതയുള്ള പല രാജ്യക്കാരും പല ദേശക്കാരൊക്കെ നമുക്കിടയിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യർക്കിടയിൽ പ്രാധാന്യമുള്ളൊരു ഒന്നാണ് റൈസ്. അപ്പോൾ നെൽകൃഷി ലാഭകരമാണോ എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ലൊരു ലാഭകരമുള്ളൊരു കൃഷി തന്നെയാണ് നെൽകൃഷി. നല്ല രീതിയിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, കെടുതികളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് നല്ല വിളവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലാഭകരമായിട്ടുള്ള കൃഷിയാണ് നെൽകൃഷി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അധികം വിത്തെറിയേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ കുറച്ച് ഇത് കൂടുതൽ കൊയ്തെടുക്കാം. അപ്പോൾ അത് ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ എല്ലാം മനസ്സിലാവും. ഏതായാലും നമ്മൾ വീഡിയോ ഒക്കെ പൂർണ്ണമായിട്ട് കാണുക. അപ്പോൾ ഒരു ചാക്ക് നെല്ല് വിതച്ചാൽ നമുക്ക് 3000 ചാക്കോളം നെല്ല് ഈ തോതിലാണെങ്കിൽ കിട്ടും. അപ്പോൾ നമുക്ക് യാതൊരു നഷ്ടവും വരില്ല എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഒരു നെൽമണി നട്ടിട്ട് 3000-ൻ്റെ മേലെ നെൽമണി നമുക്ക് കിട്ടി എന്നുള്ള അറിവുകൊണ്ടാണ് നമ്മളത് പറയാൻ കാരണം. നമ്മൾ എണ്ണിയിട്ടില്ലെങ്കിലും ഒരു സുമാർ നോക്കുമ്പോൾ അതിൻ്റെ രീതിയിലൊക്കെ ആവും. 3000-ൽ കവിയാന്നല്ലാതെ കുറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളൊരു ചാക്ക് നെല്ല് വിതച്ചാൽ 3000 ചാക്ക് ഇതേപോലെയാണെങ്കിൽ കിട്ടൂലേ. അപ്പോൾ അതേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മൾ നെല്ല് കൊയ്തെടുത്തിട്ട് എത്ര ഉണ്ടെന്ന് നോക്കാം. ഇതിപ്പോൾ നല്ലോണം ഉണങ്ങിയത് കാരണം ഇത് അതിൽ നിന്ന് കൊഴിഞ്ഞു കിട്ടാൻ നല്ല പണിയെടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ടും കൊയ്തെടുത്ത് നമ്മൾ നട്ട നെൽമണിയിലേറെ നമ്മളെ താഴെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു നെൽമണിയാണ് നമ്മൾ നട്ടത്. അപ്പോൾ നമ്മളത് കൊയ്തെടുക്കുമ്പോൾ 10-20 നെൽമണി താഴെ വെറുതെ തെറിച്ച് പോയി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പോൾ അതും കൂടി നമ്മൾ എടുത്തു പറയണം. ഇനി അതും പോരാഞ്ഞ് അതിൻ്റെ കതിരുമൊക്കെ ഇനി എത്രയോ എണ്ണം കിടക്കുന്നുണ്ട്, കൊയ്യാതെ കിടക്കുന്നുണ്ട്. അതൊക്കെ കഴിച്ചിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ ഒരു നെൽമണി നട്ട് ഇത്രയും നെൽമണി കിട്ടിയാൽ നമുക്കൊരു 4 നെൽമണി നട്ട് കഴിഞ്ഞാൽ ഈ പാട്ടം നിറയും. അപ്പോൾ കിട്ടിയ നെൽമണി നമുക്ക് ഉപകാരമില്ല എന്ന് കരുതരുത്. കാരണം വളരെ കുറച്ചായത് കാരണം ഉപകാരപ്പെടില്ല എന്ന് കരുതേണ്ട. നമ്മൾ കോഴിക്ക് കൊടുത്തിട്ട് കോഴി അതിന് മുട്ട തരും. അപ്പോൾ അത് ചെറുതായിട്ട് മുളപ്പിച്ച് മുട്ടാണ് നമ്മൾ കോഴിക്ക് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ.